ഗർഭിണിയായ യുവതിയെ പാവപ്പെട്ട യുവതിയെ ഈ സർക്കാർ കൊന്നതാണ്. ഒരു യുവതി കഴിഞ്ഞ 16-ാം തീയതി ഗവൺമെന്റ് ആശുപത്രിയിൽ അഡ്മിറ്റായി. സ്വാഭാവികമായും സർക്കാർ ആശുപത്രിയിൽ പ്രസവം പോലുള്ള ഒരു വിഷയവുമായി വരുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക ഭദ്രതയും ഇല്ലാത്തതിന്റെ മുകളിലാണ് അവർ സർക്കാർ ആശുപത്രിയെ തിരഞ്ഞെടുത്തത്. ആ തിരഞ്ഞെടുക്കുന്നവർക്കൊരു വിശ്വാസമുണ്ട്, ഈ സർക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം എന്നെ രക്ഷിക്കും, എന്റെ വയറ്റിലുള്ള കുഞ്ഞിന് എല്ലാവിധ സംരക്ഷണവും നൽകുമെന്നുള്ളൊരു വിശ്വാസം. ആ വിശ്വാസത്തെ പാടെ ഇല്ലാതാക്കിക്കൊണ്ട് 4 ദിവസം ഈ ആശുപത്രിയിൽ മുഴുവനായി അഡ്മിറ്റായി കിടന്നിട്ടും ഏറ്റവും അവസാനത്തെ സെക്കൻഡിൽ മരണമുറപ്പ് എന്ന് മനസ്സിലായ സമയത്താണ് ആ യുവതി മരണപ്പെട്ടതിന് ശേഷം എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ് ഇവിടെ നിന്ന് PK ദാസ് ആശുപത്രിയിലേക്ക് മാറ്റാൻ ഇവിടുത്തെ ഡോക്ടർമാരും ഈ ആശുപത്രിയിൽ അധികൃതരും തയ്യാറായിട്ടുള്ളത്. PK ദാസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞത് അരമണിക്കൂർ മുന്നേ ഈ യുവതിയുടെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നാണ് PK ദാസിലെ അധികൃതർ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് യുവതിയുടെ കുടുംബം 2 പിഞ്ചുമക്കളുള്ള ഒരു കുടുംബമാണ്. ആ യുവതിക്ക് വെറും 29 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ കുടുംബം ഇന്ന് പട്ടാമ്പിയിൽ ഏതാനും സമയങ്ങൾക്ക് മുൻപാണ് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത്, എന്റെ സഹോദരിയെ, എന്റെ മകളെ, എന്റെ ഭാര്യയെ ഇവിടുത്തെ സർക്കാർ ആശുപത്രിയിലെ ഈ സർക്കാരിന്റെ പ്രതിനിധികൾ കൊന്നുകളഞ്ഞതാണ് എന്ന് പറയുമ്പോൾ നമുക്കത് കേട്ട് വീട്ടിലിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് തന്നെ ഈ പ്രതിഷേധവുമായി ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. ഇനിയും എത്രയോ ആളുകളെ കൊലച്ചു കൊടുക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുന്നുണ്ടാവാം. ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആയിരക്കണക്കിന് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടും അതിലെല്ലാം റിപ്പോർട്ട് തേടിയിട്ടും ഇന്ന് വരെ ഒരു നടപടി പോലും എടുക്കാൻ ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അവർ വലിയ രീതിയിലുള്ള ചില അരമന രഹസ്യങ്ങളുടെയൊക്കെ ഒരു പിൻബലത്തോടുകൂടി അവർ അങ്ങനെ അഹങ്കാരത്തിൽ നടക്കുകയാണ്. എന്നിട്ട് വലിയ മാസ് ഡയലോഗ് അടിച്ച് ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നടക്കുമ്പോ ഞങ്ങൾ എല്ലായിടത്തെയും കാര്യം ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇനി ഈ പട്ടാമ്പിയിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഈ പട്ടാമ്പിയിലെ തെരുവോരങ്ങളിലൂടെ സുരക്ഷിതമായി നടക്കാൻ സാധിക്കില്ല എന്ന് ഇവിടുത്തെ UDYF ഉറപ്പുവരുത്തും. അത് UDYFന് പേരെടുക്കാൻ വേണ്ടിയല്ല, പക്ഷേ ആ മരിച്ച യുവതിക്ക് വേണ്ടി UDYF എടുക്കുന്ന ഒരു തീരുമാനമാണ്. ഇനിയും ഇത്തരത്തിൽ